അപ്പോൾ നമ്മൾ ഈ വേസ്റ്റേ ഓരോ ദിവസം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയോ? ഇതിനകത്ത് വെറുതെ ഇട്ടാൽ മാത്രം പോരാ. ഈ ബിന്നിനകത്ത് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട സാധനം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു മാസം കഴിയുമ്പോൾ ഇതുപോലെയുള്ള വളമായിട്ട് മാറുള്ളൂ. ഈ ഇനോക്കുലമാണ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് കാഴ്ചയിൽ നമുക്ക് ചകിരിച്ചോറാന്ന് തോന്നും. നമ്മൾ സാധാരണ ചെടി നിറയ്ക്കാനൊക്കെ മേടിക്കുന്ന ചകിരിച്ചോറ് തന്നെയാന്ന് തോന്നും. പക്ഷെ അതല്ല, ഇതൊരു സ്പെഷ്യൽ സാധനമാണ് ഇനോക്കുലം. ഇനോക്കുലം എന്നാണ് ഇതിൻ്റെ പേര്, ഇനോക്കുലം. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ഈ വേസ്റ്റൊക്കെ ഇതുപോലെ കമ്പോസ്റ്റായിട്ട് മാറുകയുള്ളൂ. ഇനോക്കുലത്തിനകത്ത് നമ്മൾ ബാക്ടീരിയ ഉൾക്കൊണ്ട ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ബാക്ടീരിയ നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങളുടെ വിഘടിപ്പിച്ച് അത് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് മുട്ടത്തോട് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്, വന്നിട്ടുണ്ട്. എല്ലാം മുട്ടത്തോടൊക്കെ ഇതുപോലെ കുറച്ച് ദിവസം, മുട്ടത്തോടിനൊരു കുറച്ച് ദിവസം കൂടെ വേണ്ടി വരും. മണ്ണിൻ്റെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടോ ഒക്കെ ആണെങ്കിലും നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഇതൊരു സ്മെല്ലും ഇല്ല കേട്ടോ. ബ്രിക്കായിട്ടുള്ള ഇനോക്കുലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് അതിനേക്കാൾ നല്ല റിസൾട്ട് എനിക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഈ ബ്രിക്കായിട്ട് കിട്ടുന്നതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുറച്ച് കുതിർത്ത് വെക്കും. അപ്പോൾ കുതിർത്ത് വെക്കുമ്പോൾ ആദ്യം നമുക്ക് റിസൾട്ട് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു പവർ അങ്ങ് നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ നാട് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മളിത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത്. ഈ നാട് യുവജന സഹകരണ സംഘം ഇന്ന് മാലിന്യ സംസ്കരണ മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സ്ഥാപനമാണ് കേരളത്തിൽ. ഈ നാട് യുവജന സഹകരണ സംഘം പുറത്തിറക്കിയിട്ടുള്ളതാണ് ഈ നാട് EYC ബയോടാൽക്ക് എന്ന ഈ മാലിന്യ സംസ്കരണ ഉപാധികളിലെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഇനോക്കുലം. ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഇനോക്കുലമാണ് ഈ നാടിൻ്റെ EYC ബയോടാൽക്ക്. നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രഗത്ഭരായ അധ്യാപകരുടെയും ഗവേഷകരുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്ന നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും എല്ലാം ഫലമായാണ് EYC ബയോടാൽക്ക് ഈ നാട് വിപണിയിലെത്തിക്കുന്നത്. കേരളത്തിൻ്റെ സഹകരണ മേഖലയെ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ നാട്. നമ്മുടെ വിപണിയിൽ തന്നെ നിലവിൽ ബ്രിക്ക് പോലെയുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത്തരത്തിൽ പൊടി രൂപത്തിലുള്ള ഇനോക്കുലം വിപണിയിലെത്തിക്കാനുള്ള കാരണം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ഈ ഇനോക്കുലമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ബ്രിക്ക് പോലെ രൂപത്തിൽ ലഭിക്കുന്നത് പിന്നീട് അത് വെള്ളം ചേർത്ത് അതിനെ ഒരു ബക്കറ്റിനകത്താക്കി ഉണങ്ങി സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇനോക്കുലത്തിൻ്റെ പ്രയോജനം അതിനകത്ത് ലഭിക്കില്ല. ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള കേരളത്തിലെ അപൂർവം ചില ഇനോക്കുലങ്ങളിലൊന്നാണ് EYC ബയോടാൽക്ക് എന്ന ഈ നാടിൻ്റെ ഉൽപ്പന്നം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയോടുകൂടി ഏറ്റവും ഗുണമേന്മയോടുകൂടി ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പരിരക്ഷയോടും കൂടിയാണ് ഈ ഉൽപ്പന്നം ഞങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്.